പതിവ് പോലെ ഞാനും ആദർശും കൂടി ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് തലശ്ശേരി ബസ് സ്റ്റോപ്പിലെത്തി. പതിവിനും വിപരീതമായിട്ട് ഇവിടെ നല്ല മഴയായിരുന്നു. പിന്നെ മഴക്കാലല്ലേ, മഴ പെയ്യും. എന്തുകൊണ്ടാണെന്നറിയില്ല, ബസ് ഇന്ന് സാധാരണ നിർത്തുന്നതിനേക്കാളും കുറച്ചുകൂടി ദൂരെയാണ് കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഈടെയല്ല, നിങ്ങളിനി അപ്പുറത്തെ സ്റ്റോപ്പിൽ കൊണ്ടുവച്ചാലും കുട നമ്മൾ തുറക്കൂല എന്ന് പറഞ്ഞ പോലത്തെ ആൾക്കാരായിരുന്നു ഈടെയുള്ളത്. മഴയല്ലേ, കുട ഞാൻ കയ്യിൽ പിടിച്ചോളാം, പക്ഷെ ഞാൻ തുറക്കൂല, ഞാൻ നനഞ്ഞോളാം എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാർ നമുക്കിത് എല്ലാവരും ഞാൻ പറയുന്നില്ല, എന്നാലും ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ തന്നെയാണ്. മഴയത്ത് ഈ കുട നനച്ചാൽ പിന്നെ ആ നനഞ്ഞ കുടയെടുത്ത് നമ്മൾ യാത്ര ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും കുട തുറക്കുന്നില്ല. ചില ആൾക്കാർ മഴ നനയുന്നുണ്ടോ ഇല്ലല്ലോ ആ ഒരു ഫീലിങ്സിലാണ് റോഡെല്ലാം ക്രോസ് ചെയ്യുന്നുണ്ടായിന്. അതിപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കൂലേ. പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്തെല്ലാം കുട നനക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ആ മഴയും നനഞ്ഞ് പോയതായിരിക്കും അല്ലേ. ഞാനെല്ലാം ഇടയ്ക്കെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. ബസ്സെല്ലാം ഇട പതിവ് പോലെ നിരനിരയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ ബസ് കുറേ ലേറ്റാണ്. മഴയായതുകൊണ്ട് എവിടെയല്ലോ ബ്ലോക്ക് ഉണ്ടായിനെന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ ലേറ്റ് ആയിരുന്നു. ഒന്നാമത് 10 മണീൻ്റെ ബസ് നമ്മൾ 9:30 ആകുമ്പോഴേ അവിടെ പോയി. പിന്നെയും അത് അരമണിക്കൂർ ലേറ്റ് ആയിട്ട് വരും എന്ന് പറയുമ്പോൾ 10:30 വരെ അവിടെ ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് വിചാരിച്ചാലും പിന്നെ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ കുറേ നേരം കാത്തു നേരം ബസ് സ്ഥിരമായിട്ട് നിർത്തുന്ന ഇടയ്ക്കൊന്നുമല്ല, അങ്ങ് റോഡിലാണ് കൊണ്ടുപോയി നിർത്തിയേ. പിന്നെ എങ്ങനെയല്ലോ കൂടി ബസ്സിൽ കയറി നമ്മൾ കുടയിലെടുത്തിട്ടാണ് പോയത്. വയ്യ കുടയിലും ഞാൻ നനഞ്ഞ കുടയെടുത്തിട്ട് ഒരു കവറിലിട്ടിട്ട് സീറ്റിൻ്റെ അടുത്ത് തന്നെ. ഡിക്കിയിൽ മൊത്തം വെള്ളമായതുകൊണ്ട് നമ്മുടെ ബാക്കി ലഗേജ് എല്ലാം നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ തന്നെയാണ് വെച്ചത്. ഞാനിതെല്ലാം ഏകദേശം മുന്നേ കണ്ടുകൊണ്ട് കുറേ കവറും പിന്നെ കുറേ പേപ്പറും എല്ലാം എടുത്തിട്ടാണ് വന്നത്. അതിപ്പോൾ ലാഭമായി. പോകുന്ന വഴിക്ക് നമ്മുടെ ഈ കർണാടക കേരള ബോർഡറിലെല്ലാം ഒരുപാട് മരങ്ങൾ പൊട്ടി വീണിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ തന്നെ അതൊരു ചെറിയ റോഡാണ്. ആ റോട്ടിലൂടെയാണ് ഈ വലിയ വലിയ ബസ്സുകളും ലോറിയെല്ലാം പോകുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ പകുതിയും മരം പൊട്ടി വീണുകൊണ്ട് ബസ്സെല്ലാം ഒരു മണിക്കൂറോളം ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിർത്തിയിട്ട് കുറേ ലേറ്റായിട്ടാണ് പോയത്. പറഞ്ഞിട്ട് കാര്യമില്ല, വേറൊരു ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ ഈ ബസ് ഇങ്ങനെ നിന്ന് കൊടുത്തല്ലേ പറ്റുള്ളൂ. പിന്നെ കുറേ കഴിയുമ്പോൾ ഒരു ഹോട്ടലിനെടുക്കാൻ നിർത്തി. സാധാരണ പോലെ തന്നെ ടോയ്ലറ്റ് പോകേണ്ടവർക്ക് പോവാം, ചായ കുടിക്കേണ്ടവർക്ക് കുടിക്കാം. ഇവിടെ അങ്ങനെ മഴയൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും നല്ല കാറ്റുണ്ടായിരുന്നു പുറത്ത്. ആടെ പിന്നെ ഒരു 10-15 മിനിറ്റ് നിർത്തിയിട്ട് പിന്നെ വേഗം ബസ് എടുത്തു. നമ്മൾ സ്ഥിരം എത്തുന്നതിനേക്കാളും ഒരു 2 മണിക്കൂർ ലേറ്റ് ബാംഗ്ലൂർ എത്തിയത്. ഇവിടെ ഭാഗ്യത്തിന് മഴയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ വേഗം റൂമിലോട്ട് പോയി.